നമസ്കാരം. വളരെ എളുപ്പത്തിൽ ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരു നെക്ക് ഡിസൈൻ പരിചയപ്പെടാം കേട്ടോ. ഇതിന് ഞാൻ നെക്കൊക്കെ അടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി കൈ മാത്രമേ ഇത് വെക്കാനുള്ളൂ. എന്നിട്ട് അപ്പോൾ കൈ വെക്കുന്നതിന് മുമ്പാണ് നമ്മളിപ്പോൾ ഇത് ചെയ്യാൻ പോണത് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ചെറിയ റിങ്ങോ വലിയ റിങ്ങോ ഉപയോഗിക്കാം. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഏതാണോ ഉള്ളത് അതിനനുസരിച്ച്. എൻ്റെ കയ്യിൽ 2 റിങ്ങുണ്ട്. ഞാനിപ്പോൾ എന്തായാലും ചെറിയ റിങ് വെച്ചിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്യാൻ പോകുന്നത്. 2 പ്രാവശ്യമായിട്ട് 2 പോർഷനായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ സ്കെയില് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ മെഷർമെൻറ്റ് എടുത്തിട്ട് അളവൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇത്രയും കൂടി വൃത്തിയായിട്ടൊരു ചെയ്ത് കഴിയുമ്പോൾ നല്ല ഫിനിഷിംഗ് ഒക്കെ കിട്ടും കേട്ടോ. അപ്പോൾ എപ്പോഴും മെഷർമെൻറ്റ് ചെയ്തിട്ട് ചെയ്യുകയാണ് നല്ലത്. അതല്ല വെറുതെ ഒരു കാൽക്കുലേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ കുഴപ്പമില്ല കേട്ടോ. ഈ പെൻസിലുണ്ടല്ലോ, നമ്മുടെ ഗ്ലാസ്സിലൊക്കെ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന പെൻസിലാണ്. അതെടുത്തിട്ട് നല്ല കളറായിട്ട് തോന്നുന്നത്. സാധാരണ പെൻസിലല്ല. സ്റ്റേഷനറി കടയിലൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ഒരു ഭാഗത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നൂല്, ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ആങ്കറിൻ്റെ നൂലാണ്. ഇനി നിങ്ങൾക്ക് കയ്യിൽ സിൽക്ക് നൂലുണ്ടെങ്കിൽ സിൽക്ക് നൂല് ഉപയോഗിക്കാം. അത് കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ ആങ്കറിൻ്റെ കോട്ടൺ നൂലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് 2 രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും. നടുവിൽ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഡിസൈൻ കൊടുത്തിട്ട് സ്ട്രെയിറ്റ് സ്റ്റിച്ച് ചെയ്യാം. അതല്ല, ആദ്യം സ്ട്രെയിറ്റ് സ്റ്റിച്ച് ചെയ്തിട്ട് നടുവിൽ ചെയ്താലും മതി. നമ്മുടെ സൗകര്യം എങ്ങനെയാ വെച്ചാൽ അതുപോലെ ചെയ്യാം. ഞാനിപ്പോൾ എന്തായാലും സ്ട്രെയിറ്റ് സ്റ്റിച്ചാണ് ആദ്യം കൊടുക്കുന്നത്. ഇനി ആ ചെയ്ത സ്ട്രെയിറ്റ് സ്റ്റിച്ചിൻ്റെ തൊട്ടടുത്തായിട്ട് ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു റണ്ണിങ് സ്റ്റിച്ചും കൂടിയും കൊടുക്കുക. 5 സ്ട്രെയിറ്റ് സ്റ്റിച്ചല്ലേ ചെയ്തിരിക്കുന്നത്. 5 സ്ട്രെയിറ്റ് സ്റ്റിച്ചിൻ്റെയും ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു 1/4 ഇഞ്ചോളം ഗ്യാപ്പ് ഇട്ടിട്ട് ഓരോ റണ്ണിങ് സ്റ്റിച്ചും കൂടിയും കൊടുക്കുക. ഇതും തന്നെ നിങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ, അതായത് ഒരു സ്ട്രെയിറ്റ് സ്റ്റിച്ച് പിന്നെ ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു റണ്ണിങ് സ്റ്റിച്ച്, ഇങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ ഇതുപോലെ ആദ്യം സ്ട്രെയിറ്റ് സ്റ്റിച്ച് ചെയ്തിട്ട് റണ്ണിങ് സ്റ്റിച്ച് ചെയ്യാം. അത് നമുക്ക് എങ്ങനെയാണോ ചെയ്യാൻ എളുപ്പം വെച്ചാൽ അതുപോലെ ചെയ്യാം കേട്ടോ. അടുത്ത് നമുക്ക് ഈ റണ്ണിങ് സ്റ്റിച്ചിൻ്റെയും സ്ട്രെയിറ്റ് സ്റ്റിച്ചിൻ്റെയും ഇടയിൽ കൂടെ വേറൊരു നൂല് കൊണ്ട് കണ്ടോ ഇതുപോലെ ഡിസൈൻ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ചെയ്തിരിക്കുന്നത് റെഡാണ്. കറക്റ്റ് റെഡല്ല, ഒരു ഓറഞ്ച് മിക്സ് പോലുള്ളൊരു കളറാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ലൈറ്റ് ബ്ലൂ കളറോ അല്ലെങ്കിൽ ലൈറ്റ് റോസോ ഇഷ്ടമുള്ള കളർ കൊണ്ട് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് ചെയ്തു വരുമ്പോൾ ഒത്തിരിയും കൂടി ഒരു ഫിനിഷിങ് ചെയ്തു വരുമ്പോൾ ഒത്തിരിയും കൂടി ഒരു ഭംഗി തോന്നുന്ന ഒരു കളറാണ് ഈ റെഡ് കളറ്. ഇത് നല്ല നീലയിൽ നല്ല ഭംഗിയായിരിക്കുമല്ലോ. അപ്പോൾ ഇതുപോലെ താഴത്ത്, അതായത് സ്ട്രെയിറ്റ് സ്റ്റിച്ചിൻ്റെ തൊട്ടായിട്ട് നമ്മൾ നൂല് മുകളിലേക്ക് എടുക്കുക. എന്നിട്ട് ഇതുപോലെ റൗണ്ട് ആയിട്ട് ചുറ്റുക. ഒരു 2-3 തവണ ചുറ്റിയാൽ മതി. വല്ലാതെ തിക്കാക്കണ്ട കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പോർഷൻ കഴിഞ്ഞു. ഇനി നമുക്കതിൻ്റെ ഗ്യാപ്പ് ഫില്ല് ചെയ്യണം. അപ്പോൾ അതിന് ഞാൻ ട്യൂബ് ബീഡാണ് എടുത്തിരിക്കുന്നത്. ഈ സമയത്ത് നമ്മൾ സൂചി മാറ്റണം. നൂലിൻ്റെ തിക്നെസ്സും മാറ്റേണ്ടി വരും കേട്ടോ. സൂചി മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും 2 ഇഴ നൂലിൽ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 2 ഇഴ എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് കെട്ടിടുമ്പോൾ 4 ഇഴയാക്കിയിട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ അത് ഞാൻ ആദ്യം ചെയ്ത് പറയാൻ മറന്നുപോയി. 6 ഇഴ നൂലിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ 2 ഇഴ എടുത്തിട്ട് കെട്ടിട്ട് 4 ഇഴ ആക്കാവുന്നതേ ഉള്ളൂ. കുഴപ്പമില്ല. എങ്ങനെയാണ് സൗകര്യം പോലെ അതുപോലെ ചെയ്യാം. ഈ ട്യൂബ് ബീഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ബീഡിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് നോക്കിയിട്ട് വേണം സൂചി താഴത്തേക്ക് കുത്താൻ. അല്ലെങ്കിൽ നമ്മുടെ ബീഡ് ഇങ്ങനെ പൊന്തി നിൽക്കും. അപ്പോൾ താഴത്തേക്ക് സൂചി കുത്തിയിറക്കുന്നതിന് മുൻപായിട്ട് ബീഡ് ഇങ്ങനെ നീട്ടി വെക്കുക. എന്നിട്ട് അതിൻ്റെ വലുപ്പം നോക്കിയിട്ട് വേണം സൂചി താഴ്ത്തി പിടിക്കാൻ കേട്ടോ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അപ്പോൾ അതിൻ്റെ റൗണ്ട് ഒന്ന് ഫില്ല് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഒന്നുമില്ലെങ്കിൽ മുത്ത്, നല്ല ഭംഗിയുള്ള വെള്ളയോ അല്ലെങ്കിൽ ഏതാണോ ഇഷ്ടമുള്ള കളറ് ബീഡ് നടുവിൽ വെക്കാം. അപ്പം ഞാൻ എന്തായാലും ബീഡ് വെക്കണില്ല. പകരം ഫ്രഞ്ച് നോട്ട് ഇട്ടിട്ടാണ് അതിൻ്റെ ഉള്ള് കവർ ചെയ്യണത്. ഇപ്പം നമ്മൾ ഫ്രഞ്ച് നോട്ട് ഒത്തിരി തവണ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ. അതുപോലെ നൂലിന് 2 വട്ടം സൂചി ചുറ്റുക. എന്നിട്ട് നൂല് എവിടെയാണോ കുത്തിയെടുത്തത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ സൂചി കുത്തിയിറക്കുക.
അങ്ങനെ 2 3 ഫ്രഞ്ച് നോട്ട് ചെയ്യേണ്ടി വരും കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ ഒരു ഡിസൈൻ ഫിൽ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഡിസൈൻ ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതിനെല്ലാം ഡിസൈനും ചെയ്തിട്ടുണ്ട്. ഫൈനൽ ലുക്ക് ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. 1 2 3 4 5 6 7 8 9 10 11 12 13 ഡിസൈൻ വരച്ചിട്ടുണ്ട് ഇതേപോലെ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.